ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയില കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ അതുമാത്രമല്ല ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് മുരിങ്ങേൻ്റെ ഇല. പിന്നെ ഇതിലേക്ക് അരയ്ക്കുന്നതിന് അരപ്പിന് ആവശ്യമായിട്ടുള്ളത് ഒരു അരമുറി തേങ്ങ, 2 ചെറിയ ഉള്ളി, പിന്നെ 1 സ്പൂൺ ജീരകം, നല്ല ജീരകമാണ് ആവശ്യമായിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് അരച്ചെടുക്കണം. അതിനു മുന്നേ ഞാനൊരു അരക്കപ്പ് പരിപ്പ് വേവിച്ചെടുത്തതാണ് കുക്കറിൽ. ഒരക്കപ്പ് ഒരു 3 വിസിൽ വരെ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങേൻ്റെ ഇല നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങയില ചേർത്ത് ആദ്യം മുരിങ്ങയില ചേർത്തിട്ട് ഒന്ന് വേവിക്കണം. പിന്നെ ഒരുപാട് നേരം തിളയ്ക്കാൻ നിൽക്കരുത്. അപ്പോഴത്തേക്ക് ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കയ്പ്പ് ചുവ വരും. അപ്പോൾ ആ ഇല വേവാൻ അധികം ടൈം വേണ്ട, കുറച്ച് ടൈം മതി. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഇല മുഴുവൻ അതിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് അതിനാവശ്യമായിട്ടുള്ളത് പിന്നെ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഒരു 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുകയാണ് വേണ്ടത്. പിന്നെ മുരിങ്ങയില എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കറി തന്നെയാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന കറിയാണല്ലോ. അപ്പോൾ ഞാനതൊന്ന് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഇതൊന്ന് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചത് അരയ്ക്കാൻ എടുത്തു വെച്ച ചെറിയ ജാറിലിട്ടിട്ട്, വലിയ ജാറ് വേണമെന്നില്ല, ചെറിയ ജാറിലിട്ടാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ ചെറിയ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിക്കുമ്പോഴാണ് ജാറിൽ നിന്ന് പുറത്തേക്ക് വെള്ളമൊക്കെ പോവുക. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുമ്പം ആ ജാറിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇപ്പം നമുക്ക് ഞാനെല്ലാം ഇട്ട് കഴിഞ്ഞ് തേങ്ങ, ജീരകം, ഉള്ളി ഇത് 3 ഇട്ട് ഞാൻ നന്നാക്കി അരച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെ ഇത് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം മുരിങ്ങേൻ്റെ ഇലക്കറി ഒരു അത്യാവശ്യം വേവായിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരച്ചെടുത്ത് ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയും ജീരകവും ഉള്ളിയും കൂടി അരച്ചെടുത്തതാണ്. അതതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു പ്രാവശ്യം കൂടി തിളച്ചാൽ മതി. തേങ്ങ ഒഴിച്ചിട്ട് ഒരു പ്രാവശ്യം തിളച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഇറക്കി വയ്ക്കാം. നന്നാക്കി ഇളക്കിയതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. കുറേ നേരം കുക്കാവണ്ട. ഒന്നാമത് ഇലക്കറികൾ എല്ലതും അധികം നേരം കുക്കാവാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ചൊന്ന് കുക്കായാൽ തന്നെ നമുക്ക് നല്ല ഇതാവും. ഒരുപാട് കുക്കായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല അതിൻ്റെ. അപ്പോഴത്തേക്ക് അതൊരു വേറൊരു ഒരു കയ്പ്പ് ചുവ വരും. അപ്പോൾ നമ്മൾ തേങ്ങ ഇതൊക്കെ ഒന്ന് അരച്ചിട്ട് അത് ഒഴിച്ചതിൻ്റെ ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഒരു പ്രാവശ്യം കൂടി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്ത് ഉപ്പുണ്ടോ നോക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഉപ്പ് അതിൽ ഇട്ട് കൊടുക്കുക. കൂടുതലിടണ്ട, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കത് വെന്ത് അതൊന്ന് തിളയ്ക്കുന്ന വരെ, അതായത് തേങ്ങ അരച്ചിട്ടാവുന്ന തിളച്ച് കിട്ടണം. അപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. തിളച്ചൊക്കെ വന്ന് നല്ല ഇപ്പം മുരിങ്ങേൻ്റെ ഇലയും അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറവിടാണ് വേണ്ടത്. അതിനൊരു ഫ്രൈങ് പാൻ വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതിലേക്ക് കടുക് പൊട്ടിക്കുകയാണ് വേണ്ടത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഫ്രൈ പാന് ചൂടായി, എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ പച്ചക്കറികളിൽ ചില പച്ചക്കറിയിലൊക്കെ ഉലുവ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉലുവ നമ്മൾ വറവിടുന്നതിൻ്റെ കൂടെ ഉലുവയും കൂടി ചേർത്തിട്ട് വറവിട്ട് കഴിഞ്ഞാൽ, എല്ലാത്തിനും അല്ല, ചില പച്ചക്കറീൻ്റെ കൂടെ, ഇപ്പോൾ സാമ്പാർ, അതുപോലെ തന്നെ മുരിങ്ങേൻ്റെ ഇല. ഞാൻ മുരിങ്ങേൻ്റെ ഇല കറിയിൽ ഇതേപോലെ കുറച്ച് ഉലുവ ചേർക്കും. ഉലുവ ചേർക്കുന്നത് നല്ല ഒരു സ്മെല്ലും ആ വറവിട്ടതിന് നല്ലൊരു ടേസ്റ്റും കിട്ടും. പിന്നെ നമുക്കതിൽ ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. കടുകും മുളകും പിന്നെ കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്ത് നമുക്കത്
ഇപ്പോൾ നല്ലോണം പൊട്ടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിൽ തന്നെയാണ് ആക്കിയിട്ടുള്ളത്. കുക്കറിൽ തന്നെ അത് ഒഴിച്ച് കൊടുക്കുകയാണ്. എനിക്കിങ്ങനെ ഒരുപാട് പാത്രങ്ങൾ എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കുക പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാനെല്ലാം അധികം വേഗം കുക്കറിലാണ് ചെയ്യാറ്. അപ്പോൾ കുക്കറിൽ തന്നെ ഞാനത് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കറി കായിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലേക്ക് മാറ്റാം. നമുക്കത് ഇനി ഇതപ്പോൾ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയില ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം, ലൈക്കും ചെയ്യണേ മറക്കരുത്.